നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. എന്താ പറയുന്നേ, അത് വേണ്ടായിരുന്നു കേട്ടോ, അത് വേണ്ടായിരുന്നു. അടിപൊളി മഴയും മഞ്ഞു കേട്ടോ. അയ്യോ മൊത്തം നനഞ്ഞു. ആകെ ഇത്രയും ഭാഗം നനയാത്തുള്ളൂ, ബാക്കി എല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, അവിടെ റോഡ് പണിയുന്നേ ഉള്ളൂ. അത്യാവശ്യം വഴി തീർന്നു ഗൈസ്. ആ 3 അതാ പേടിച്ച് പറിച്ചാട്ടോ ഇരിക്കുന്നത്. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിപ്പുണ്ട്. എടാ ഇത് നടക്കുമ്പോ കുഞ്ഞു പിള്ളേരും ഒരു ചെരുപ്പിട്ടേ ആ അവസ്ഥയാണോ? ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഗമൺ വരെ പോവാട്ടോ. കാരണം വാഗമണ്ണിൽ ഇപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. എടാ ഇനി ഒരാളും കൂടെ വരാനല്ലേ? ഇനിയിപ്പോൾ ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം മൈലാണ്. പ്രോപ്പർ 8ാം മൈലല്ല, കുറച്ച് ഇപ്പുറത്തായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടെ വാഗമണ്ണിന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് പോകുന്ന വഴിക്ക് പരിചയപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു RS, ഒരു RR, ഒരു 390, ഒരു 200, വേറൊരു 200, പിന്നെ ഒരു MD ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു NSും കൂടെ വരാനുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയും കൂടെ വരുന്ന താമസം നമ്മളങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതേ ഇവിടെ പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ചു കേട്ടോ. ഇനി പെട്രോൾ അടിച്ച് ഇനിയിപ്പം പോകണം. നമ്മുടെ NSകാരൻ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. പുള്ളി ചിലപ്പോഴേ വരത്തുള്ളൂ, ഉറപ്പില്ല. എന്തായാലും വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അത് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ടോട്ടൽ 11 പേരും 6 വണ്ടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ആനവിലാസം കേട്ടോ. ആനവിലാസം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാട്ടോ. പോട്ടെ, പോ. അവ എല്ലാവരും പോകുന്നുണ്ട്. എടാ ഇവനൊന്നും വണ്ടി ഓടിക്കാൻ കൊടുക്കരുതടാ. ജിൻസാട്ടോ നമ്മുടെ 3 ഓടിക്കുന്നേ. നമ്മളിത് പോകുവാണ്. അപ്പം ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കാറ്റിൻ്റെ ഇതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നല്ലപോലെ ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് കാറ്റടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് വണ്ടി എടുത്തില്ല. നമ്മൾ ഇന്ന് RSയിലാണ് കറക്കം ഫുള്ള്. അപ്പോൾ ഇത് ഓഫ് റോഡൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ട്രാവൽ, അത്രയേ ഉള്ളൂ. ഒരു ട്രിപ്പ് മൈൻഡ്. അപ്പം ഗൈസ് ഇത് നോക്കിക്കേ, ഇവിടെ മൊത്തം മഞ്ഞാട്ടോ. നമ്മളിത് കോട്ടൊക്കെ എടുത്തിട്ടു, കാരണം മഴയാണ്. ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞു കേട്ടോ. ഇത്രയും നേരം അത്യാവശ്യം മഴയായിരുന്നു. ഇത് നോക്കിക്കേ, ഇവിടുത്തെ മഞ്ഞൊക്കെ നോക്കിക്കേ, അടിപൊളി. അത് നോക്കി, ആ ഒരു ഭാഗം മൊത്തം മഞ്ഞാണ്. ഇപ്പം നമ്മളിപ്പോഴും കട്ടപ്പന വിട്ട് പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അവന്മാർ കുറച്ച് പേര് ഫ്രണ്ടിൽ പോയി, നമ്മുടെ പുറകിൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. ഇപ്പോൾ ചെറിയ ഒരു എന്താ പറയുന്നേ, അവയ്ക്ക് ഈ മഞ്ഞൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം വീഡിയോ ഓണാക്കിയതാണ്. ഇല്ലെങ്കിൽ അവന്മാരുടെ അടുത്ത് ചെന്നിട്ടേ ഓണാക്കത്തുള്ളായിരുന്നു. ഇത് നോക്കിയാൽ ഫുള്ള് അടിപൊളിയാട്ടോ. ഞാൻ ശരിക്കും ഈ ഒരു വഴി കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം നമുക്ക് ഈ ഒരു വഴി വരേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ അടിപൊളിയാട്ടോ. അത് ഈ ഒരു ടൈമിൽ വേറെ വൈബ് കേട്ടോ. ഇത് നോക്കിയേ, ഫുള്ള് മഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ്. ഇത് നോക്കിയേ, അടിപൊളിയാട്ടോ. വാഗമണ്ണൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ എന്താകുമെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാട്ടോ. നമ്മളത് ഉപ്പുകറ എത്തി കേട്ടോ. ഉപ്പുകറ എത്തിയപ്പോൾ ഇപ്പം മഴയൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ കുറഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി, ഇല്ലെങ്കിൽ മൊത്തം നനഞ്ഞേനെ കേട്ടോ. അപ്പം ഇത് നോക്കിക്കേ, വെള്ളമൊക്കെ കുറവാട്ടോ, എന്നാലും കൊള്ളാം, അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അപ്പുറത്ത് ചെന്നിട്ട് നല്ലപോലെ കാണിച്ചു തരാം. സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ കഴിഞ്ഞ നമ്മുടെ ആദ്യത്തെ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ടൈമിൽ ഈ പാലം ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ മണ്ടേക്കൂടായിരുന്നു വെള്ളം ഒഴുകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വീതിയുള്ള ഇതിൻ്റെ ഈ ഒരു ആറിൻ്റെ ഇതേ കൂടെ ഇങ്ങനെ മണ്ടേക്കൂടെ ഒഴുകണമെങ്കിൽ എന്നെ ഹൈറ്റിലായിരിക്കും.
എന്നാറ്റി പോട്ടെ പോട്ടെ അതിന് നീ ഏതാ അതിന് ഓക്കെ ഇത് നോക്കി നല്ല രസമുണ്ട് കേട്ടോ അങ്ങൂന്ന് വരുന്നത് പൊട്ടൻ അത് നമ്മുടെ ജിൻസ് ഞാൻ പറഞ്ഞ പോലെ ജിൻസാട്ടോ അത് എല്ലാവരും ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം അടിപൊളിയാട്ടോ നൈസാണ് പക്ഷേ ഇവിടെ നമുക്ക് ഒത്തിരി നേരം നിർത്താൻ പറ്റത്തില്ല കാരണം ചെറിയൊരു പാലമാണ് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ വൻ ഇതായിരിക്കും ഇപ്പം കുറച്ചുകൂടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പം ഗായ്സ് നമ്മളിത് വാഗമണ്ണിൻ്റെ അടുത്തായിട്ട് എത്താറായി ഇവിടെ പോയി ഒരു അടിപൊളി സ്പോട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാവേ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ വൈബ് സ്ഥലമാണ് ഇപ്പം മഞ്ഞൊന്നും ഇല്ല കേട്ടോ ഇത് നോക്കിയേ ഫുള്ള് അടിപൊളി ഇത് നോക്കി എല്ലാവന്മാരും ഉണ്ട് ഇവിടെ ഒരുത്തം വന്ന് നിൽപ്പുണ്ട് ഇറങ്ങ എന്താ അയ്യോ അത് നോക്കി അവിടെ ഒരു പഴുതാക്കുഴിയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം വെച്ചേക്കുന്നുണ്ടോ അവിടെ ഏലമാണെന്ന് തോന്നുന്നു വെച്ചേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ് നോക്കി ഇതിൽ ചെറിയൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ തോടായിട്ടും പറയാം ആറായിട്ടും പറയാം ഇത് നോക്കിയേ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അടിപൊളിയാണ് എല്ലാവരെയും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് നമ്മുടെ 310 ഓണർ അത് ജിൻസ് ഷാരോണുണ്ട് ഷാർവിനുണ്ട് ജെറിനുണ്ട് പിന്നെ മറ്റേ ഇവനുണ്ട് എൻ്റെ പേരൊക്കെ എല്ലാവരുടെയും പേര് ഓർത്ത് കിട്ടുന്നില്ല കേട്ടോ പിന്നെ ജോൺസന് സ്റ്റെബിന് ഇവന് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയേ ഈ ഒരു വ്യൂ എന്ന് പറയുന്ന അടിപൊളി വ്യൂ ആട്ടോ ഉണ്ടോ അപ്പോൾ ഗൈസ് അടുത്ത ആളും വന്നിട്ടുണ്ട് ഇവിടെ 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 അതേ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയിരുന്നു കാണാനില്ലാഞ്ഞത് വേണമെങ്കിൽ പോ ഗൈസ് അത് നോക്കിയത് അവന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട് കേട്ടോ അവന്മാരെല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോയി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അതെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അത് വേണ്ടായിരുന്നു കേട്ടോ അത് വേണ്ടായിരുന്നു ഗൈസ് ഇത് നോക്കിയേ ചെറുക്കന്മാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം മഴ ചെറുതായിട്ട് ചാറാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞുതരാം വാടാ എടാ നിർത്തിക്കടാ ഗൈസ് ഇത് കാണുന്നുണ്ടോ ഗൈസ് കഴിഞ്ഞോ ഇത് നോക്കി ഇത്രയും നേരം നല്ല മഴയായിരുന്നു കേട്ടോ മൊത്തം നനഞ്ഞു ഇത് നോക്കി ഇതുള്ളതുകൊണ്ട് ഇത്രയും ഭാഗം നനഞ്ഞിട്ടില്ല ബാക്കി മൊത്തം നനഞ്ഞു കേട്ടോ ഇപ്പം നല്ല കാറ്റുമുണ്ട് ഇപ്പം ചെറുതായിട്ട് ചാറുന്നുമുണ്ട് അപ്പോൾ ഈ ഗോപ്രോയെ വെള്ളം ഇരിക്കുവാണെങ്കിൽ എന്താവുമെന്ന് അറിയത്തില്ല അത് ഈ മഴ ആയതുകൊണ്ടാണ് ഒത്തിരി നമ്മൾ വ്ലോഗ് ചെയ്യാത്തത് പിന്നെ ഇത് നോക്കി ഈ ഒരു ഭാഗമൊക്കെ നോക്കി അടിപൊളിയാണ് ഇതൊരു പശുമാമ നിൽക്കുന്നു ആരേക്ക് പശുവേ കൊള്ളാം ഇത് നോക്കിയേ ഫുൾ അടിപൊളിയാട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ട് ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാടിൻ്റെ അകത്തൂടെ പോകാൻ വേണ്ടിയുള്ളതാണ് അതായത് ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെ സംഭവം മറ്റേ ഈ തേയിലയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് ആ ഒരു വഴിയെന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഒത്തിരി ആ വണ്ടിയിൽ നിന്ന് അടിച്ചത് കണ്ടോ ഗൈസ് അത് നമ്മൾ എല്ലാവരും ഉണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സംഭവം കൊള്ളാം കേട്ടോ അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളി മഴയും മഞ്ഞും കേട്ടോ അയ്യോ മൊത്തം നനഞ്ഞു ആകെ ഇത്രയും ഭാഗമേ നനയാത്തുള്ളൂ ബാക്കി എല്ലാം നനഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ടി മൊത്തം മഴയാട്ടോ ഇത് നോക്കിയാൽ ഫുള്ള് മഞ്ഞും മഴയും ഒരു രക്ഷയില്ല എൻ്റെ മോനെ അതിൻ്റെ പുറത്ത് ഈ വഴി ഇടയ്ക്കിടയ്ക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നേരെ വന്ന് അതിൻ്റെ അകത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഡെഡാണ് ഇത് നോക്കിയേ അതെ മൊത്തം ഇതാട്ടോ എൻ്റെ പൊന്നെ ഫുള്ള് നനഞ്ഞെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്തൂടെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നെ ആയിട്ട് എൻ്റെ മോനെ ഇത് നോക്കിയ മൊത്തം മഞ്ഞ് അയ്യോ വൈബാട്ടോ എനിക്കറിയത്തില്ല ഈ ഗോപ്രോ ഫുള്ള് വെള്ളമായിരിക്കും മൈക്ക് എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല വല്ലതും കേൾക്കുന്നുണ്ടോ ആവോ
കാരണം മൊത്തം മഴയാണ്, നല്ല രീതിക്ക് മഴയുണ്ട് കേട്ടോ. എല്ലാവരും നനഞ്ഞു കുളിച്ചാണ് പോകുന്നത്. ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഫുൾ അടിപൊളിയാട്ടോ. ഫുൾ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ വൈബാട്ടോ. അവന്മാരെല്ലാം അങ്ങ് ചെന്നു, നമ്മളും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞാൻ തൂക്കുന്നുണ്ട്. ഓ അത് വേണ്ട, അത് വേണ്ട. ഇവിടുത്തെ റോഡെല്ലാം നല്ല അടിപൊളിയാക്കി കേട്ടോ. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് നോക്കിയേ, ഫുൾ അടിപൊളിയാട്ടോ. മൊത്തം നല്ല മഴയാണെന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല മഴയാണ്. നിങ്ങൾക്ക് ഗോപ്രോയെ വെള്ളം വീഴുന്ന കാണുമ്പം തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ട്. നമ്മളിപ്പം വാഗമൺ എത്താറായി. വാഗമൺ ടൗണിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ലോറിയൊക്കെ ഇതേ കാട്ടിക്കൂടൊക്കെ കയറി. അത് വഴിയില്ലാത്ത കേട്ടോ. ഇത് നോക്കിക്കേ, വഴിയൊക്കെ നോക്കിക്കേ, ഫുൾ പശുവൊക്കെ കയറി നിൽക്കുന്നു. നോക്കിക്കേ, സ്റ്റഡി അറ്റൻഡ് അല്ല മറ്റേ എന്നാ സ്റ്റാൻഡറ്റീവ്സ്. നല്ല കുഴി, ഇവിടൊക്കെ ഇത്തിരി കുഴിയുണ്ട് കേട്ടോ. അതായത് ഇവിടെ കുഴപ്പമില്ല, അവിടെ റോഡ് പണിയുന്നേ ഉള്ളൂ. അത്യാവശ്യം വഴി തീർന്നു ഗൈസ്. എൻ്റെ മോനെ ഫുൾ ഓണാട്ടോ. ഗോപ്രോയിലൊക്കെ നല്ല രീതിക്ക് വെള്ളം വീഴുന്നുണ്ട്. വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. നോക്കിക്കേ, അവൻ ഗായ്സ് ഇത് നോക്കിക്കേ, നമ്മൾ വാഗമൺ ടൗണിലെത്തി കേട്ടോ. മൊത്തം മഞ്ഞെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നോക്കിക്കേ, മൊത്തം മഞ്ഞും അടിപൊളി മഴയും. നമ്മളിങ്ങനെ ഒരു ചായ കുടിക്കാനുള്ള ഒരു പ്ലാനിങ് നടക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗ്ലാസും കൂടെ താത്തിട്ടേക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തും മഞ്ഞ, പുറത്തും മഞ്ഞ, ഒന്നും കാണുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഊഹം വെച്ചാണ് മൊത്തം പോകുന്നത്. ഇതിലെങ്ങാണ്ടൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. എടാ അവന്മാരോട് വരാൻ പറ. അയ്യോ ഗായ്സ്, ഈ വഴി നോക്കിക്കേ, ഈ വഴി അടിപൊളിയാട്ടോ. ചെറിയൊരു വഴി, ഭയങ്കര എളുപ്പമുള്ള വഴിയാണ് കേട്ടോ. ജൻസാ, അയ്യോ ഗായ്സ്, അവരിറങ്ങിയായിരുന്നു നോക്കിക്കേ. ഫുൾ ആൻഡ് ഫുൾ പവർ. ആർസി ഒക്കെ വരുന്നത് എന്നെ കയറ്റി ചേർത്തത് വീഡിയോ കാണിക്കട്ടെ പിള്ളേരെ. ഗായ്സ്, ഒരു ഇടി ഇല്ല, ഇടിച്ചില്ല. വാടാ ത്രീട്ടുണ്ട്. അതാ പേടിച്ച് വരച്ചാട്ടോ ഇരിക്കുന്നത്. എടാ മാറ്റി നിർത്തിക്കാടാ, കാണണ്ടേ. വാ. ഇല്ല, മുട്ടത്തില്ല. പോട്രാ. പോട്രാ, നേരെ പോട്ടെ. വാ ഗായ്സ്, എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പം ഗായ്സ്, നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെയും വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ വണ്ടിയൊക്കെ ആയിരുന്നു ഫോട്ടോയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കേ, ഇവിടുത്തെ ഒരു വൈബ് നോക്കിക്കേ. ഇത് കണ്ടോ, അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് പൊളിയാട്ടോ. നോക്കി മഞ്ഞിങ്ങനെ കയറി അങ്ങോട്ട് പോകുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഫുള്ള് നനഞ്ഞിരിക്കും എല്ലാവരും. അയ്യോ ഗായ്സ്, ഇത് നോക്കിയേ, ഫുള്ള് അടിപൊളിയാട്ടെ. വഴിയാണോ? അവിടെ അല്ലേ ഗായ്സ്, അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. ഇത് നോക്കിയാൽ മൊത്തം മഞ്ഞും വേറെ ഒരു വൈബ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഫുള്ള് അടിപൊളിയാട്ടോ. ഇത് നോക്കിയേ, എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിപ്പുണ്ട്.
എടാ ഇത് നടക്കുമ്പോൾ കുഞ്ഞിപ്പിള്ളേർ ഒരു ചെരുപ്പിട്ട് ആ അവസ്ഥയാണോ? ഷൂസിൻ്റെ അത് മൊത്തം വെള്ളമാട്ടോ. അപ്പോൾ ഇത് നോക്കി എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ. നോക്കിയേ അടിപൊളിയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം ഷാരോൺ പോടാ. ഇവിടെ ഒരു പുലി ചാടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ജോൺസന്റെ കണ്ടുപിടുത്തമാണ് എൻ്റെ മോനെ. അപ്പോൾ എടാ അവിടെ കടയുണ്ടാ, അവിടെ കടയുണ്ട്. ഇത് നോക്കിയേ ഇവിടെ പുലിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുൾ അടിപൊളിയാണ്. എല്ലാവരും നനഞ്ഞ് കുളിച്ച് പാൻറ് ഷൂസ് എല്ലാം ഫുള്ള് വെള്ളമാട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരത്തെ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം കേട്ടോ. അയ്യോ 390 സ്റ്റാർട്ടാകുന്നില്ല. അടിച്ചുപോയി ഗൈസ്, അടിച്ചുപോയി ഗൈസ്. എന്തോ കാര്യത്തിന് വിളിക്കുന്നുണ്ട്. എന്താടാ പോടാ ഗൈസ്. നമുക്ക് ആ മണ്ടയിലേക്കായിരുന്നു കയറേണ്ടത്, പക്ഷേ ആ വഴി ക്ലോസ് ചെയ്തു കേട്ടോ. ഓ പിന്നെ ഫുൾ വൈബാണ്. ഇത് നോക്കി ഈ ഒരു ഭാഗം മൊത്തം നിങ്ങൾക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാണാനായിട്ട്. ഇത് 390 ആട്ടോ. അതെ BS3 കമോൺ. ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് മഞ്ഞാട്ടോ, മൊത്തം മഞ്ഞായിട്ട് നിൽക്കുവാണ്. മൊത്തം വ്യൂവിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല, പക്ഷേ മഞ്ഞിൻ്റെ കാര്യത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ പട്ടിയെടുത്ത് അതെ ചെറുക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. കുറേ എണ്ണമൊക്കെ കടയിൽ നിന്നും കയറിയപ്പോണ്ട് അവിടെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഓ പോലീസ് കിടപ്പുണ്ട്, പിടിച്ചില്ല, എന്തോ ഭാഗ്യം. അവന്മാരെ കാണുന്നില്ല. ഒതുക്കിക്കേടാ.